السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സാധാരണക്കാരായ ആൽമാർ, പുത്തൻവാദികളായ സലഫി, ജമാഅത്ത്, തബ്ലീഗ് പോലത്തെ ആൽമാരുടെ വഅദ്, പ്രസംഗ, ഉപദേശങ്ങൾ കേൾക്കുകുത്തീരെ. ഈ വിഷയത്തിൽ മുന്നോല് കഴിഞ്ഞ ഇമാംമാർ ഈ വിഷയത്തിൽ അങ്ങനെ അഭിപ്രായങ്ങളും അങ്ങനെ സ്ട്രോങ്ങായ തീരുമാനങ്ങൾ എന്തായിത്തിന്ത് ഒന്ന് ഞങ്ങൾ പരിശോധിച്ച് നോക്കാം. പുത്തൻവാദിയായ സലഫി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലത്തെ ആൾമാരുടെ പ്രസംഗ, സ്പീച്ച് കേൾക്കരുത്, അങ്ങനെ ബുക്ക് ഓതരുത്, ഇതെല്ലാം ഹറാമൈത്തിക്കിടും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ചൊല്ലി കിതാബിൽ ചൊല്ലും, അൽ വാഇദുൽ മുബ്തദിയു യജിബു മൻഉഹു. ഒരു പുത്തൻവാദിയായ പ്രാസംഗികൻ്റെ പ്രസംഗത്തെ തടയൽ, അവന് പ്രസംഗിക്കാത്ത പോലെ ആക്കൽ, അത് നിർബന്ധത്തിക്കിടും. വലാ യജൂസു ഹുളൂറു മജ്ലിസിഹി. മാത്രമല്ല, അങ്ങനെ പ്രസംഗ നടക്കരെ അല്ലെങ്കിൽ അങ്ങനെ സ്പീച്ച് നടക്കരെ ഇതായ മജ്ലിസിലേക്ക് പോകൽ ജായിസേ അല്ല, ഹറാമൈത്തിക്കിടും. ഇല്ല അല ഖസ്തി റദ്ദി അലൈഹി. അങ്ങനെ സ്പീച്ച് പ്രസംഗ കേട്ടിട്ട് അതിന് ഉത്തര കൊടുക്കുകയും ഓണുകു സാധ്യ ഇന്നെങ്കിൽ അവനക്ക് ഉത്തര കൊടുക്കുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, പവറുണ്ട്. എന്നാൽ എന്ന ഉദ്ദേശത്തോടു കൂടെ പോകൽ എന്തില്ല, ഹറാമില്ല, ജായിസാണ്, പോകേണ്ടത് പ്രശ്നമില്ല. ഇനി ഫഇല്ലം യഖ്ദിർ, ഇനി അവനക്ക് എന്തില്ല, ആവതില്ല, എന്തൊക്കെ ആ സ്പീച്ച് കേട്ടിട്ട് ആ സ്പീച്ചിക്ക് ഉത്തരം കൊടുക്കുന്നതിൻ്റെതായ ഒരു ശക്തിയില്ല, ഒരു സാധാരണ ഒരു നാടനായ മനുഷ്യ. എന്നാൽ ഫലാ യജൂസു സമാഉൽ ബിദഇ. അങ്ങനെ ഉണ്ടായെങ്കിൽ അങ്ങനെ പൽക്ക അങ്ങനെ സ്പീച്ച് കേൾക്കൽ ജായിസേ അല്ല, അത് ഹറാമൈത്തിക്കറുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ലെ ഗ്രന്ഥത്തെ 2-ാം ഭാഗ 365-ാമത്തെ പേജിൽ ചൊല്ലതായിട്ട് നമുക്ക് കാണുക സാധ്യമാവും. 2-ാമത്തെ തെളിവ് നോക്കൂ. ബഹുമാനപ്പെട്ട സല്ലാം ബിൻ അബി മുത്തി റളിയല്ലാഹു അൻഹു ചൊല്ലും, ഖാല റജുലു മിൻ അഹ്ലിൽ അഹ്വാഹി. നൂതനവാദിയിൽപ്പെട്ട ഒരാൾ രണ്ട് മുട്ട ಬಂತು ചൊന്തു, എന്നിട്ട് ഉക്കല്ലിമുക്ക കലിമത്തൻ, നക്ക് നിങ്ങളൊട്ടിಗೆ തെല്ല് വിഷയ പൽക്കവരെകൊണ്ടു, കുറച്ച് വിഷയ നിങ്ങളുടെ നക്ക് ചൊല്ലുകൊണ്ടു ചൊന്നപ്പ. ഖാല സല്ലാം ബിൻ അബി മുത്തി റളിയല്ലാഹുവിന് ചൊന്തു, ല, വേണ്ട, ആവശ്യമേ ഇല്ല നിൻ്റെ പൽക്ക. എന്നിട്ട് മഹാനവറുകൾ ചൊന്തു, വലാ നിസ്ഫു കലിമത്തിൻ, തെല്ലുപൊടു, പാതി പലക്കമേ, പാതി കലിമത്തെ പൽക്ക വരതേ വേണ്ടാണ്ട് മഹാനായ സല്ലാം ബിൻ അബി മുത്തി റളിയല്ലാഹു അൻഹു ആ സലഫിയുടെ മുഖം നോക്കിയിട്ട് ചൊന്നതിട്ട് മഹാനായ ഹില്യത്തുൽ ഔലിയാ ചൊല്ലിയ ഗ്രന്ഥത്തിൽ 3-ാം വാല്യം 1-ാമത്തെ പേജിൽ ചൊന്നതായിട്ട് നമുക്ക് കാണുക സാധ്യമാവും. 3-ാമത്തെ തെളിവ് നോക്കൂ. ഖാല ഇബ്നു താവൂസ് ലി ഇബ്നു ലഹു. ബഹുമാനപ്പെട്ട ഇബ്നു താവൂസ് റളിയല്ലാഹു അൻഹു അയാളുടെ മോൻ്റെ ചൊല്ലു. ആ മോണു എന്താക്കിയിട്ടുണ്ടെന്ന് കൊണ്ടുണ്ട, യുകല്ലിമുഹു റജുലു മിൻ അഹ്ലിൽ ബിദഇ. ബിദ്അത്തിൽപ്പെട്ട അല്ലെങ്കിൽ നൂതനവാദിയിൽപ്പെട്ട ഒരാൾട്ട ഇങ്ങനെ പൽക്ക പറഞ്ഞു നിന്ത്. ആ സമയത്തിൽ ഇബ്നു താവൂസ് റളിയല്ലാഹു അൻഹു അയാളുടെ മോൻ്റെ ചൊല്ലു, യാ ബുനയ്യ, ഓ എൻ്റെ മോനെ, അദ്ഖിൽ ഇസ്ബൈക ഫി ഉദ്നൈക. നിൻ്റെ 2 കാതിര നീ എന്താക്ക്, ബന്ധാക്ക്, നിൻ്റെ കാതിര നീ ബന്ധാക്കി വേ. ലാ തസ്മ മാ യഖൂലു. ആ പുത്തൻവാദി, ആ നൂതനവാദി ചൊല്ലത് നീ കേൾക്കുകയെ തീര, കാതിര നീ ബന്ധാക്ക്. എന്നിട്ട് പിന്നെ ചൊല്ലു, സുമ്മ ഖാല, പിന്നിട്ട്
ഇബ്നു താവൂസ് റളിയല്ലാഹു അൻഹു ചൊന്തു, ഉസ്റ്റുദ് ഗട്ടി ബന്ധാക്ക് കേൾക്കാത്ത പോലെ ബന്ധാക്കുണ്ട് മഹാനായ ഇബ്നു താവൂസ് റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് നിങ്ങളെ നേതാവ് ദാബി അവിടുത്തെ സിയറു ആലാമുൻ നുബല ചൊല്ലി കിതാബിടെ 11 വാല്യ 285 പേജിൽ ചൊല്ലതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. 4 ദഖല റജുലാനി മിൻ അസ്ഹാബിൽ അഹ്വായി, പുത്തൻവാദിയിൽപ്പെട്ട സലഫി ആശയയിൽപ്പെട്ട 2 ആൽമാർ കടന്നു വന്നാർ. അല മുഹമ്മദ് ബിൻ സീരീൻ, ബഹുമാനപ്പെട്ട ഇമാം സീരീൻ റഹിമഹുല്ലാഹുവിന്റെ മുട്ടത്തേക്ക് 2 സലഫിങ്ങ നൂതനവാദിയിൽപ്പെട്ട ആൽമാർ കടന്നു വന്നാർ. ഫഖാല, അങ്ങ് 2 ആൾ വന്നിട്ട് ചൊന്നാർ, യാ അബാബക്കർ, ഓ അബൂബക്കറെ, നുഹദ്ദിസുക ബി ഹദീസിൻ, ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ നമുക്ക് പൽക്ക വരെ കൊണ്ടു. ആ സമയത്തിൽ ഖാല, ഇമാം സീരീൻ റഹിമഹുല്ലാ ചൊന്തു, ല, ആവശ്യമേ ഇല്ല, ആ പലക്കമേ വേണ്ട, നിങ്ങൾ ചൊല്ലതേ വേണ്ട ചൊന്തു. എന്നിട്ട് ഖാല, അങ്ങ് 2 ആളും ചൊന്നാർ, ഫനഖറു അലൈക്കൽ ആയ, ഞാൻ നിങ്ങളെ മേലൊരു ആയത്ത് ഓതി തരട്ട, ഓതിയിട്ട് കേൾപ്പാട്ട. ആ സമയത്തിൽ ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാ ചൊന്തു, ല, ആവശ്യമേ ഇല്ല, വേണ്ട, നിങ്ങൾ ഓതി തണ്ടതേ വേണ്ട. എന്നിട്ട് ഇമാം സീരീൻ റഹിമഹുല്ലാ ചൊന്തു, ലി തഖൂമാനി അന്നീ, നിങ്ങൾ 2 ആളും ഓടുത്ത് നിങ്ങൾ പോകണം. ഔ ല അക്കൂമന്നോ, നിങ്ങൾ പോയില്ലെങ്കിൽ ഞാനോടുത്ത് എഞ്ചിച്ച് പോവുക, അതുകൊണ്ട് മര്യാദയിൽ കൊടുത്ത് നിങ്ങൾ എഞ്ചിട്ട് പോരുമെന്ന് ചൊന്നപ്പോൾ ഫഖാമ, അങ്ങ് 2 സലഫിമാർ, കാട്ടു സലഫിമാർ എഞ്ചിത്ത് പോയാർ. എന്നിട്ട് അങ്ങ് പോയ പിന്നെ അവിടെ ചില ആൾമാർ കേട്ടോണ്ടിരുന്നാറല്ലേ. അപ്പം ഫഖാല ബഅദുൽ ഖൗമി, അവിടെ കൂടി ചില കൗമിങ്ങ ആൾമാർ കേട്ടാർ, യാ അബൂബക്കർ, ഓ ഇബ്നു സീരീൻ തങ്ങളെ, ഒമാ അലൈക്ക അൻ യഖറ അലൈക്കൽ ആയ, അങ്ങനെ നിങ്ങളുടെ വേറെന്ത് ചൊന്നിട്ടില്ലല്ലേ, നിങ്ങളെ മേലൊരു ആയത്ത് ഓതി തരട്ടണ്ടല്ലേ ചൊന്നി, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ വേണ്ട ചൊന്നി കേട്ടപ്പോൾ ഖാല, ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാ ചൊന്തു, കറക്റ്റ് അർത്ഥാക്കുറു, ഖാല ഖശീതു അൻ യഖറ ആയ, അങ്ങ് ആയത്ത് ഓതുന്നത് ഞാൻ പേടിച്ച, ഓതിട്ട് ഫയരിഫൂനഹ, ആ ആയത്തിൽ എന്താക്കുക, അങ്ങ് ദുർവ്യാഖ്യാനാക്കുക, അതല്ലാത്ത അർത്ഥം വെച്ചിട്ട് അത് ഇല്ലാത്ത മാനയെല്ലാം കൊടുത്തിട്ട് ഒട്ടറാസിയാക്കാറ്, അതുകൊണ്ട് ഞാൻ പേടിച്ച. ഇപ്പം കാണ്ടില്ലേ സുന്നികളായ ആൽമാർ ഞങ്ങൾ മഹാന്മാരോട്ട ഇസ്തിഗാസ കേൾക്കറ. ആ സമയത്തിൽ പുത്തൻവാദികളായ സലഫിമാർ എന്താക്കാറ്, മക്ക മുശ്രിക്കീങ്ങൾക്ക് ഇറക്കപ്പെട്ട ആയത്തിൽ സുന്നികളായ ആൽമാരെ തലമേൽ കൊണ്ടെടുത്ത് വെക്കാറ്, അങ്ങ് ആക്കര ദുർവ്യാഖ്യാനായിത്തിക്കറ്. അതുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റഹിമഹുല്ലാ പേടിച്ചൊന്തു, എന്ത് അതുകൊണ്ട് എത്തിക്കിട്ട് ഞാൻ എന്താക്കിയ പേടിച്ച് അങ്ങളുടെ ആയത്ത് ഓതണ്ടാന്ന് ചൊന്നേ. എന്നിട്ട് മഹാനവറുകൾ ചൊല്ലു, ഫയക്കിറു ദാലിക്ക, ആ ദുർവ്യാഖ്യാനാക്കിയത്, അങ്ങ് അർത്ഥത്തെ ദുർവ്യാഖ്യാനാക്കിയത് എന്താ പറയുക, അത് സ്ഥിരപ്പെട്ട് ഉറപ്പിക്കരുത്, ഗട്ടിയാവരു ഫിയ കൽബി, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ അത് ഗട്ടിയായിട്ട് പോകുകൊണ്ട് പേടിച്ചത് കൊണ്ടിട്ട് ഞാൻ എന്താക്കി ആളുടെ ആയത്ത് നിങ്ങൾ ഓതരതേ വേണ്ടാണ്ട് മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ ചൊന്നതായിട്ട് നിങ്ങളുടെ നേതാവായ ദഅബി അവിടുത്തെ സീറ ആലാമുൻ നുബലയുടെ 11 വാല്യം 285 പേജിൽ ചൊല്ലതായിട്ട് നമുക്ക് കാണുക സാധ്യ ആവറു. 5 തെളിവ്, ബഹുമാനപ്പെട്ട സുഫ്യാനു സൗരി റളിയല്ലാഹു അൻഹു ചൊല്ലു, മൻ സമിയ ബി ബിദഅത്തിൻ, ഒരാൾ ഒരു പുത്തൻ വാദത്തെ കേട്ടു, ഒരു പുത്തൻ വാദത്തെ ഒരാൾ കേട്ടു, ഒരു സലഫിരെ ഒരു ആശയത്തെ കേട്ട, എന്താ ഒരു ചൊല്ലത് കേട്ടു, ഫലാ യഹ്കീഹ, അതിലെന്താക്കറ് ബാക്കിന്ന് ആൾട്ട പോയിട്ട് ചൊല്ലത്, അത് പാടില്ല, കിട്ടിയ വിഷയം ചൊല്ലത് മാത്രമല്ല, ലാ യുൽഖീഹ ഫി ഖുലൂബിഹിം, അതിൽ വേറൊരുത്തരം മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കറേ, അത് പാടില്ല. ഉദാഹരണം വെച്ചെങ്കിൽ ഒരു സലഫിയുടെ പ്രസംഗം എടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് എടുത്ത് ആ ക്ലിപ്പിൽ എന്താക്കടേ കൊമ്പത്ത് വേറെ ഗ്രൂപ്പ് കിട്ടേ, വേറെങ്ക് ചൊന്തു കൊടുക്കറേ, അങ്ങനെ വേറെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കരുത്, അത് പാടില്ല, അത് ഹറാമൈത്തിക്കട്. എന്നിട്ട് ദഅബി പുത്തൻവാദികളുടെ നേതാവായ സലഫി നേതാവ് ചൊല്ലേ, ദഅബി അക്സറു സലഫി അല ഹാദ തഹദീർ, ഭൂരി സലഫു സ്വാലിഹിങ്ങ ഈ സൂക്ഷ്മതയുടെ മേലെത്തിക്കട്. അതായത് ഒരു വിഷയ പുത്തൻവാദ കിട്ടെങ്കിൽ, ഒരു സലഫിരെ എന്തെങ്കിലും ഒരു പൽക്ക കിട്ടെങ്കിൽ ആ പൽക്കത്തെ വേറെ ആൾമാരുടെ വിളിച്ചിട്ട് ചൊല്ലേ, അത് തീരാണ്ട് എത്തിക്കട്. ഭൂരിപക്ഷ സലഫു സ്വാലിഹിങ്ങളുടെ
അഭിപ്രായം. എന്നിട്ട് ദാബി ചൊല്ലി എന്തേ കാരണം അങ്ങനെ ചൊല്ലകുള്ള കാരണം എന്ത് യറൗന അങ്ങ് മനസ്സിലാക്കിയാറ് അന്നൽ കുലൂബ നിശ്ചയമായിട്ട് ഹൃദയം ചൊല്ലുന്നത് മനസ്സ് ചൊല്ലുന്നത് ഈഫത്തുൻ എന്നിട്ട് അതൊരു ദുർബല ഐത്തിക്കട് ദുർബല. അപ്പം അതെല്ലാം കണ്ടതും കിട്ടിയത് ಅವು ಆಕೆ ಪ್ರಸಂಗ ಓಣಾಕೆ ಪ್ರಸಂಗ സലഫിരങ്ങ് ഇങ്ങനെ ചൊന്ന വിഷയം എല്ലാ മന്ത് എന്താക്കോ തീരാ ബേരങ്ങൾക്ക് ചൊന്നു കൊടുക്കുക തീരാണ്ട് എത്തിക്കട്. ബഹുമാനപ്പെട്ട ഇമാം സുഫ്യാനു സൗരി റളിയല്ലാഹു അൻഹു ചൊന്നത് വിഷയത്തിൽ അനീസുൽ ഫുലലാഹ് മിൻ സിയരി ആലാമിൻ നുബലാ അതിൽ 36-ാമത്തെ പേജിൽ ചൊന്നതായിട്ട് നമുക്ക് കാണുക സാധ്യവർ. 6-ാമത്തെ തെളിവ് ഖാല ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു ചൊല്ലും ക ബിദ്അത്തിൻ ഈ ബിദ്അത്ത് ചെന്നോടെ അതിൻ്റെ ഷറഹിൽ ചൊല്ലും ഫയഹ്റുമു അൽ ഖൗലു ഫിഹ ആ ബിദ്അത്തിൽ പ്രവേശിക്കൽ ഹറാമാണ്. ആ ബിദ്അത്തിൽ കടക്കൽ ബിദ്അത്തുക്ക് പോകും ഹറാമൈത്തിക്കട്. ഔ സമാഉഹു ആ ബിദ്അത്തിനെ കേൾക്കലും ബിദ്അത്തിൻ്റെ ആശയത്തെ കേൾക്കലും അത് ഹറാമൈത്തിക്കട്. അത്തലത്തഫു ഫി ഹുസൂലി ഇലാ തഅറുഫി എന്ന ഗ്രന്ഥത്തിൽ 136-ാമത്തെ പേജിൽ ചൊന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമാവും. ഈ 6 ഇബാറത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പുത്തൻവാദികളായ ആൽമാരുടെ പ്രസംഗങ്ങൾ അങ്ങനെ ക്ലിപ്പു അങ്ങനെ ബുക്കു തുടങ്ങിയ എല്ലാ വിധത്തിലെ ആശയങ്ങൾ സാധാരണക്കാരായ ആൽമാർക്ക് കേൾക്കൽ അത് ഹറാമൈത്തിക്കലുണ്ടായിത്തിക്കൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. അല്ലാഹു തആല അങ്ങനെ ഷർറിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കും തറുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.